ക്രിയേറ്റിവിറ്റി കോർണറിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പുല്ലൂർ GUP സ്കൂളിൽ എത്തിപ്പെട്ടപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. വളരെ വൈകിപ്പോയി എന്നാണ് പറഞ്ഞു വരുന്നത്. അതിലൊരു അംഗം ആക്കിക്കണേ, അതിലൊരു മെമ്പർ ആക്കിക്കണെന്നാണ് ഓല് പറഞ്ഞത് എന്നോട്. അപ്പൊ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇനി നോക്കിയിട്ട് കാര്യമില്ല, നേരത്തെ അങ്ങോട്ട് വീഡിയോ എടുക്കാം. തയ്യൽ മെഷീൻ എത്ര 3-4 പിന്നെ മിക്സി, ഫിലിപ്സിന്റെ മിക്സി ഒരു സ്കൂളിലാണ് ഈ കാണുന്നത്. പല ഐറ്റംസുകൾ, പല ഐറ്റംസ് കുന്ത്രാണ്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കുന്ത്രങ്ങൾ, യന്ത്രങ്ങൾ പലതും ഉണ്ട് ഇതിൽ. കാരണം എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. അതിന്റെ മേലേക്ക് കുറെ പെട്ടികളുണ്ട്. ഒക്കെ പൊളിച്ചു വെക്കാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ എന്താ ചെയ്യണം നോക്കാം. കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റി വർക്കുകൾ നോക്കുക. തയ്യൽ മെഷീൻ, സിംഗറിന്റെ മെഷീൻ, ഇതൊക്കെ എവിടുന്ന് നമ്മൾ GUP സ്കൂളായി ഇത്ര നല്ലൊരു സ്കൂൾ ഉണ്ടായിട്ട് നിങ്ങൾ അവിടെയും ഇവിടെ പോയിക്കാണ്ട് പ്രൈവറ്റ് സ്കൂളിലേക്കൊന്നും പോകാൻ നിൽക്കേണ്ട. എന്റെ നാട്ടുകാരായ നല്ലവരായ ജനങ്ങളെ, നിങ്ങളോട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, നിങ്ങൾ ഇവിടെ പുല്ലൂർ സ്കൂളിലേക്ക് വരൂ. ഇവിടെ നിന്ന് ചേർത്തു. ഇതുപോലെ തയ്യൽ ഓരോ കുട്ടികൾ തയ്ച്ചുണ്ടാക്കിയതാണത്. 4, 5, 6, 7 പഠിക്കുന്ന കുട്ടികളുടെ ഒരു കഴിവുകൾ നോക്കുക. അയലുമല നിരന്ന് കിടക്കണേ, എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല, വാക്കുകളില്ല. ബാഗുകൾ പാന്റ് കൊണ്ട് തുന്നി പിടിപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെ കഴിവുകളാണ് നമ്മുടെ കുട്ടികളെ അവര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിന്റെ പേരിൽ ഒരുപാട് നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ ഈ കുട്ടികളുടെ ഈ ഒരു രൂപത്തിലുള്ള ഓരോ പഠന കാര്യത്തിലും കലാകായിക സത്യസന്ധമായി പറയുന്നത് കൊണ്ട് തന്നെ ചില സമയത്ത് വാക്കുകൾ അധികമായി പോകുന്നുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണല്ലേ, ഇവിടെ UP സ്കൂളാണ്. നിങ്ങൾ കാണുന്നുണ്ട്, UP സ്കൂളിലെ കുട്ടികളാണ് ഇത്, അല്ലാതെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അല്ലത്. നിങ്ങൾ കാണുന്നുണ്ടോ കുട്ടികളുടെ കഴിവുകൾ? നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് കാണും. എന്നിട്ട് ഈ സ്കൂളിലേക്ക് കൊണ്ടുവരി. കത്തിന്റെ കത്രിക കണ്ട് വിവിധ തരം അലങ്കാരങ്ങൾ, എന്താ പറയാ, ചുറ്റിക, എന്താ പറയാ, കൈക്കോട്ടുണ്ട്, ചുറ്റിക, പിന്നെ എന്താ പറയാ, അതൊക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. അല്ലാതെ പഠനത്തിന് മാത്രം പോയി കണ്ട് അവിടെ 4 അക്ഷരം പോയി പഠിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ അറിയാത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നുള്ള അക്ഷരത്തിന് വേണ്ടി അക്ഷരത്തിന് വേണ്ടി എത്ര പേര് എത്ര അടി കൊണ്ട് നിങ്ങൾ താഴെ കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് എന്നാണ് പറയാനുള്ളത്. കാരണം അത്രത്തോളം അടി കൊണ്ടൊരു അക്ഷരം വേറെ ദുനിയാവിലില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ എന്നുള്ള ഒരു അക്ഷരം കൊണ്ട് വാക്കുകൾ കണ്ടുപിടിക്കാൻ പോയാൽ ഋഷിയും പിന്നെന്തോ വേറെന്തോ ഒരു സാധനം മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടോ? അതുകൊണ്ടാണ് കുട്ടികളെ ഈ ഒരു മേഖലയിലേക്കും കൂടി ഇറക്കിക്കൊണ്ടുവരുന്നത്. ഈ പഠന കാര്യങ്ങളിലൂടെ എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി ആക്ടിവിറ്റി, എന്തൊക്കെയാണ് കൃഷി, എല്ലാത്തിലും കൂടി ഒരു കഴിവ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനക്കാരെ പോലെ തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികളും വളരെ നല്ല മികച്ച രീതിയിലെത്തുന്നാണ് പറഞ്ഞു വരുന്നത്. ചൈനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചൈനയിൽ കുട്ടികളെ ഇതുപോലെയാണ് സ്കൂളിന്റെ പഠനത്തിന്റെ ഒപ്പം തന്നെയാണ് അവരുടെ എല്ലാ ആക്ടിവിറ്റികളും അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല നല്ല കഴിവുകളുണ്ട്. നമ്മുടെ കഴിവുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുല്ലൂർ GUP സ്കൂളിലേക്ക് വരൂ എന്നാണ് പറയാനുള്ളത്. ഇവിടെ കുട്ടികളുടെ കഴിവുകളാണ് ഈ നിരന്ന് കിടക്കുന്നത്. മുഴുവനായിട്ട് വീഡിയോയിൽ എടുത്തു കാണിക്കാൻ ടൈം വളരെ പരിമിതമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടാണ് നിർത്തിയാൽ അച്ചാറുകളുണ്ട്, വിവിധ തരം ഐറ്റംസുകളുണ്ട്, ഫുഡുകളുണ്ട്, കേക്കുകളുണ്ട്, പലതരം സാധനങ്ങളുണ്ട്. ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പലതും ഉണ്ട്. പിന്നെ എന്റെ ഒരു അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഒരു അവസരം പ്രസംഗിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട്. ആ വാക്കുകളുടെ ഇടറിയ പ്രസംഗം എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ? നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് പോരാ. നാളത്തെ വീഡിയോയിലിടാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സി യു.